എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കെ-സ്മാർട്ടിൽ നൽകിയ ഒരു അപേക്ഷ എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കെ-സ്മാർട്ടിലൂടെ നമുക്കിപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അപേക്ഷ കൂടി അയക്കാൻ സാധിക്കും. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയ്ക്കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകളും ഇനി മുതൽ കെ-സ്മാർട്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടുന്നത്. ചാനലിൽ ഇതിനോടകം കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോകൾ ലഭ്യമാണ്. മാരേജ് രജിസ്ട്രേഷൻ, പ്രോപ്പർട്ടി ടാക്സ്, ഷോപ്പ് ലൈസൻസ് റിന്യൂവലും പുതിയതിന് അപേക്ഷിക്കുന്നതും, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടങ്ങിയവയൊക്കെ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ കെ-സ്മാർട്ട് എന്ന ഒരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഏതൊരു അപേക്ഷ അയക്കുന്നതിനും നമുക്കിവിടെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതുകൊണ്ട് ഞാനിവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് വന്ന OTPയും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്താൽ ഉടൻ നമുക്ക് മൈ ആപ്ലിക്കേഷനാണ് കാണാൻ സാധിക്കുക. ഡീഫോൾട്ട് നമ്മൾ നേരത്തെ കൊടുത്ത അപേക്ഷകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയൊരു അപേക്ഷ കൊടുക്കുന്നതിന് മുകളിൽ ന്യൂ ആപ്ലിക്കേഷൻ എടുത്താണ് കൊടുക്കേണ്ടുന്നത്. നമ്മളിവിടെ ലൈസൻസ് സർവീസുമായി ബന്ധപ്പെട്ടൊരു അപേക്ഷയാണ് ക്യാൻസൽ ചെയ്യുന്നത്. ട്രേഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട്, കടകളുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപേക്ഷയാണ് ക്യാൻസൽ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഇതിനായിട്ട് മുകളിൽ കാണുന്ന ന്യൂ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇടത് സൈഡിൽ താഴെ വന്ന് ലൈസൻസ് സർവീസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു IFT ആൻഡ് OS ലൈസൻസ് എന്നൊരു ടാബ് ലഭിക്കും. ഇതാണ് ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ കടയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട ലിങ്ക്. ഇവിടെ മുകളിലായി കാണുന്ന ആ പ്ലസ് ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന ലിങ്കുകളിൽ ആദ്യം കാണുന്നത് പുതിയ ലൈസൻസിന്, കടയുടെ പുതിയ ലൈസൻസിന് അപേക്ഷിക്കുന്നതും തൊട്ട് താഴെ കാണുന്നത് ലൈസൻസ് റിന്യൂവലിനുള്ളതുമാണ്. രണ്ടിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് കാണുന്നത് ആപ്ലിക്കേഷൻ ഫോർ IFT ആൻഡ് OS ലൈസൻസ് ക്യാൻസലേഷൻ എന്നുള്ള ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്താണ് ക്യാൻസലേഷന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ സെർച്ച് യുവർ ലൈസൻസ് വിത്ത് എന്നുള്ളിടത്ത് നമുക്ക് ലാൻഡ്, ബിൽഡിങ്, ലൈസൻസ് നമ്പർ അങ്ങനെ മൂന്ന് ലിങ്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. ഇത് ലൈസൻസ് നമ്പർ നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ള ലൈസൻസ് നമ്പർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ലാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സർവേ നമ്പറൊക്കെ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. ഇതിലേറ്റവും സൗകര്യപ്രദമായത് ബിൽഡിംഗ് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ബിൽഡിംഗ് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ജില്ല തിരഞ്ഞെടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി നെയിം ഗ്രാമപഞ്ചായത്താണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം സോണൽ ഓഫീസ്, മെയിൻ ഓഫീസ് തന്നെ കൊടുക്കുക. അതിനുശേഷം കൊടുക്കേണ്ടുന്നത് വാർഡാണ്. നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഡോർ നമ്പർ, കടയുടെ നമ്പർ കൊടുക്കാവുന്നതാണ്. സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സാധാരണഗതിയിൽ വരാറില്ല. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ വന്ന് സെർച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മളുടെ കടയുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. കട നടത്തുന്ന, റെൻറ്റിനാണ് നടത്തുന്നതെങ്കിൽ ആളിൻ്റെ പേരും, ഓണറാണെങ്കിൽ ആളിൻ്റെ പേരും, അതുപോലെ തന്നെ ഷോപ്പിൻ്റെ നെയിമും, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നതാണ്. വലത് സൈഡിലായിട്ട് ഒരു കണ്ണിൻ്റെ പിക്ചർ കാണാം. ആ പിക്ചറിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യണം. തുടർന്ന് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള ലൈസൻസ് അവിടെ കാണിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, ഇവിടെ അപ്രൂവായ ഒരു അപേക്ഷയാണ് നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നത്. തൊട്ട് വലത് സൈഡിൽ അതിൻ്റെ റീസൺ കാണിച്ചിട്ടുണ്ട്. ഡെത്ത് ഓഫ് ലൈസൻസി, ചേഞ്ച് ഓഫ് ബിസിനസ്, ലോസ് ഓഫ് ബിസിനസ്, അതേഴ്സ്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഒരു ലൈസൻസി കട നടത്തിക്കൊണ്ടിരിക്കുന്നു, ആൾ മരണപ്പെട്ടു പോയി. അതാണ് ഡെത്ത് ഓഫ് ലൈസൻസി എന്ന് പറഞ്ഞത്. അങ്ങനെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് നമുക്ക് പുതിയൊരാൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത്. മറ്റൊന്ന് ലോസ് ഓഫ് ബിസിനസ്സും ചേഞ്ച് ഓഫ് ബിസിനസ് മാറി പുതിയതൊന്നും തുടങ്ങുകയാണെങ്കിലും ഇതുപയോഗിച്ച് ക്യാൻസൽ ചെയ്തിട്ട് പുതിയതിന് അപേക്ഷിക്കാം. അതേപോലെ നഷ്ടം സംഭവിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ അതേഴ്സ് എന്ന ഓപ്ഷനും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേഞ്ച് ഓഫ് ബിസിനസ് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ 2 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ആപ്ലിക്കൻ്റ് ലൈസൻസി ആണോ അല്ലയോ എന്നുള്ളതാണ്. ലൈസൻസി അല്ല, നോയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ഡീറ്റെയിൽസ്, ആ ലൈസൻസിയുടെ ആധാർ നമ്പർ ഉൾപ്പെടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. യെസ് കൊടുത്താൽ ലൈസൻസി തന്നെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ്. ഞാനിവിടെ യെസ് കൊടുക്കുകയാണ്. ലൈസൻസി തന്നെ അപേക്ഷിക്കുന്നതായിട്ടാണ്. ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ഡോക്യുമെൻറ്റ്സ് ആണ്. അതിലൊന്ന് പ്രൊഫഷൻ ടാക്സ് ആണ്, തൊഴിൽക്കരമാണ്. പ്രൊഫഷണൽ ടാക്സ് അല്ല, പ്രൊഫഷൻ ടാക്സ് ആണ്, തൊഴിൽക്കരം. അതിൻ്റെ റെസിപ്റ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തേത്
ഹരിത കർമ്മസേനയുടെ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിത കർമ്മസേനയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവരൊരു കാർഡ് ഫില്ല് ചെയ്ത് തരുമല്ലോ. ഡ്യൂസ് എല്ലാം അടച്ചു തീർത്ത് ഫില്ല് ചെയ്ത് തന്ന ആ കാർഡ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇത്രയും അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം പേയ്മെൻറ്റ് ഉള്ളവർക്ക് ഇവിടെ ലൈസൻസ് ഫീ അരിയറുണ്ടോ ഫൈനുണ്ടോ തുടങ്ങിയവയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനോ അരിയറോ ഉണ്ടെങ്കിൽ കറണ്ട് ലൈസൻസ് ഫീ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അടയ്ക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ലൈസൻസ് റിന്യൂ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ യാതൊരുവിധ പേയ്മെൻറ്റും അടയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി എഗ്രി ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇത് ഇവിടെ അരിയർ വല്ലതും ഉണ്ടെങ്കിൽ താമസിച്ചൊക്കെയാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പേയ്മെൻറ്റിനുള്ള തുകയുണ്ടാകും. അതും കൂടി അടച്ചിട്ട് വേണം സബ്മിറ്റ് കൊടുക്കുവാൻ. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഹോം പേജിൽ വന്ന് മൈ ആപ്ലിക്കേഷൻ എടുത്ത് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും അവിടെ നിന്ന് അപ്രൂവലായാൽ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.